ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അതായത് പല ആളുകൾക്കുള്ള ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ലൈഫിൽ റിലേഷൻഷിപ്പിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് പണ്ടത്തെ പോലെ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എനിക്ക് അത്ര സ്നേഹം ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവന് അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം നേരിടുന്ന ആളുകൾക്കാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവസാനം വരെ വീഡിയോ മുഴുവനായും കേട്ടതിന് ശേഷം അത് മുഴുവനായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടി കൂടാതെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ കേസ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഗൈഡൻസ് നൽകുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകണം എന്നുള്ളതാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. രണ്ടാണെങ്കിലും അവിടെ ഒരു മനസ്സിലാക്കൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അവരെ പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരോടൊരു തുറന്നുള്ള സംസാരം ചിലപ്പോൾ വളരെയധികം കുറവായിരിക്കും. അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരിലുണ്ടാകുന്ന പല പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് സ്നേഹിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്നെ അത്രയധികം കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അറ്റൻഷൻ അത്രയധികം പണ്ടത്തെ പോലെ ലഭിക്കുന്നില്ല എന്നുള്ള തോന്നൽ കൂടിക്കൂടി വരുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ്ലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമ്പോഴാണ്. അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങണം. ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിൽ കാണുന്ന സമയത്ത് അവര് ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരെന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ ഓപ്പൺ ആയിട്ട് പറയുക. അവരെ എൻകറേജ് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട്, അവരത് നേടുന്നതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സ്നേഹം പ്രകടമാക്കുന്നതിനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ പറഞ്ഞ രീതികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒന്നുകൂടി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. രണ്ടാമതായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മീനിങ് ഫുൾ ഗിഫ്റ്റുകൾ നൽകുക എന്നുള്ളതാണ്. ഇവിടെ മീനിങ് ഫുൾ ഗിഫ്റ്റ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരുപാട് തോന്നലുകൾ നിങ്ങളുടെ മനസ്സിൽ അവരെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ അതെല്ലാം ഒരു മീനിങ് ഫുൾ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം പ്രകടമാക്കാം. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ അറ്റൻഷൻ ലഭിക്കുന്നില്ല, ഇങ്ങനെയുള്ള പരാതികളൊക്കെ നമുക്ക് കുറഞ്ഞ് അല്ലെങ്കിൽ വളരെയധികം കുറവായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം, അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്നു. നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ രണ്ടും രണ്ട് ദിശയിലാണ്, അതായത് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ രണ്ടാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമൺ ചർച്ചകളൊക്കെ കുറവായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നമ്മുടെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് എപ്പോഴും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, അവർ നന്നായി ഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം കുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് നൽകിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനി ഒരു പക്ഷെ അതൊക്കെ ഒരു ഫീഡ്ബാക്ക് ആണ് അവർക്ക് അത് ആവശ്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ലവ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്.
എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കൊരു അറ്റൻഷൻ ലഭിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എനിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ഇതിലൂടെ നമ്മൾ പറയുന്ന ഇൻഡയറക്റ്റ് മെസ്സേജസ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നോട്ടീസ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ്, ലിസൺ ടു ദം. അവരെ ശ്രദ്ധിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്നല്ലേ, നീ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റു പല പ്രവൃത്തികളും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ സമയമാണ് നമ്മൾ അവരോട് നീ പറഞ്ഞോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്ക് നമ്മളോട് അത്രത്തോളം എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ അവിടെ മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുന്നു, അതിനിടയിൽ ഒരു കോൺവെർസേഷൻ നടത്തുന്നു. ഒരു പക്ഷേ അവർ ലിസൺ ചെയ്യുന്നില്ല, അവിടെ ജസ്റ്റ് കേൾക്കുന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്ന ഒരു കാര്യം. കേൾക്കുകയും ലിസൺ ചെയ്യുകയും തമ്മിൽ ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ലിസൺ ചെയ്യാൻ കൂടുതലായിട്ട് ശ്രമിക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇപ്പോൾ നിലവിൽ കേൾക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എവിടേക്കോ എന്തൊക്കെയോ മാത്രമേ കിട്ടുന്നുള്ളൂ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ നിങ്ങളോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങി പോകാനോ സാധ്യതയില്ല. കാരണം നിങ്ങൾ അവിടെ ജെന്യൂൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവരോട് പോയി സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡിവൈസിലൊക്കെയാണ്, എന്തെങ്കിലും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ലാപ്പിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ കുറച്ച് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ടൈം കണ്ടെത്തുക, അവരെ ശ്രദ്ധിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കുകൾ പ്രൊവൈഡ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ പരസ്പരം പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പ്രോപ്പർ വേയിലൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരാതി നമുക്ക് കുറേ ഓവർകം ചെയ്യാൻ സാധിക്കും. അതായത് അവരെന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കെയർ കിട്ടുന്നെന്ന് തോന്നുന്നില്ല, അങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കി കുറച്ചുകൂടി ഹെൽത്തി ആക്കി കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ റിലേഷൻഷിപ്പ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായി നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.